ഒരു ചെറിയ ചോദ്യം. ഈ കേരളത്തിൽ 3 റീത്തുകളുണ്ടെന്ന് അറിയാമായിരിക്കും കത്തോലിക്ക സഭയുടെ കീഴിൽ. അതിൽ മൊത്തം 40 രൂപതകളുണ്ട്. അതിൽ 39 രൂപതകളിലും കാണാത്ത ഒരു പ്രതിഭാസം. എല്ലാ രൂപതകളിലും വൈദികരുണ്ട്, എല്ലാ രൂപതകളിലും മെത്രാന്മാരുണ്ട്, എല്ലാ രൂപതകളിലും മെത്രാപ്പൊലീത്തമാരുണ്ട്. ഇതൊക്കെ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഇങ്ങനെ മെത്രാന്മാരെയും ഹയറാർക്കിയെ ധിക്കരിച്ചുകൊണ്ട് പൊതുസമൂഹത്തിലേക്ക് ലോഹയും മടക്കിക്കുത്തി ഇറങ്ങുന്ന വൈദിക സമൂഹം ഈ എറണാകുളത്തല്ലാതെ മറ്റെവിടെയെങ്കിലും സഹോദരിക്ക് അവിടെയെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. അവരെല്ലാം അവരുടെ വൈദിക സമിതിയിലും അവരുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള കാര്യത്തിൽ അവരത് തീരുമാനിക്കും. കാരണം ഇത് കത്തോലിക്ക സഭയാണെന്ന് അവർക്കറിയാം. കത്തോലിക്ക സഭ എന്ന് പറയുന്നത് ഡെമോക്രസി അല്ലെന്നറിയാം. കാരണം കത്തോലിക്ക സഭയിൽ പ്രബോധനാധികാരവും ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം മുകളിലത്തെ ഹയറാർക്കിയിൽ നിന്ന് താഴേക്ക് വരുന്നുവെന്ന് മറ്റെല്ലാ രൂപതകളിലെയും വൈദികർക്കറിയാം. ഇവിടെ അങ്ങനെയല്ല. ഇവരാരും ഇവരുടെ പിതാക്കന്മാരായിട്ട് കണക്കാക്കാൻ ഇവർക്കാർക്കും സാധിക്കുന്നില്ല. ഇവരെന്താ കണക്കാക്കുന്നത്? ഇവരുടെ ഒപ്പത്തിലുണ്ടായിരുന്ന ഒരാൾ സെലക്റ്റഡ് ആയി കഴിയുമ്പോൾ മെത്രാനായി. അപ്പോൾ ഇവർക്ക് അതിനകത്ത് ആ ഒരാളെ പിതാവെന്ന് കണക്കിലാക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. ആരും ഇവരെ ഇന്ന് വരെ തിരുത്തിയിട്ടില്ല. ആ തിരുത്തലിനൊരു തുടക്കം ആലഞ്ചേരി പിതാവ് കൊണ്ടുവന്നു. അതിനെതിരെയുള്ള പ്രതിഷേധമാണ് ഇപ്പം കാണുന്നത്. പിന്നെ പിതാവ് തിരുത്തിയത് കൊണ്ട് മാത്രമല്ല, പിതാവ് ഇന്നലത്തെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, പിതാവ് ആദ്യമായിട്ട് പിതാവാകുന്ന 87-ലാണ്. അന്നും ഇവിടെ സിനഡ് അല്ലെങ്കിൽ പിതാക്കന്മാരുടെ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് അന്നും ഈ വൈദികർ വന്നിട്ടുണ്ട്. അതൊന്ന് സഹോദരി ചിന്തിക്കുക. ഇവിടുത്തെ ഫോർമേഷൻ എന്തോ ഒരു പെശ കണ്ടെന്ന് സഹോദരി ആദ്യം മനസ്സിലാക്കുക. എല്ലാ വൈദികരും എല്ലായിടത്തും വൈദികരുണ്ട്, എല്ലാ സ്ഥലങ്ങളിലും വൈദികരുണ്ട്, ഈ 39 രൂപതകളിലും വൈദികരുണ്ട്. ഇവിടെ മാത്രം എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് പറയണം. എല്ലാ വീട്ടിലെയും വൈദികർ എല്ലാ വീടുകളിൽ നിന്നും വരുന്നവർ തന്നെയാണ്. പക്ഷേ ഇവിടെ വന്ന് പെട്ട് കഴിയുമ്പോൾ ഇവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ്ങിൽ ഇവർ മനസ്സിലാക്കുന്ന രീതിയിൽ, അതായത് ഇവർ മനസ്സിലാക്കുന്ന എന്തും ചോദ്യം ചെയ്യാം. ഇവർ ചിന്തിക്കുന്ന ഇതൊരു പെന്തക്കോസ്ത് സഭയാണ്, ഒരു പ്രൊട്ടസ്റ്റന്റ് സഭയാണ്. നമുക്ക് ചോദ്യം ചെയ്യാമെന്നാണ് ഇവിടുത്തെ ജീസസ് യൂത്തിൻ്റെ ചാപ്ലൈനായിട്ടുള്ള അച്ഛൻ പറഞ്ഞത്. ഞങ്ങളോട് ചോദ്യം ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് യുക്തിക്ക് ചേരാത്ത കാര്യങ്ങൾ നമുക്ക് ചോദ്യം ചെയ്യാമെന്നാണ് ഞങ്ങളെ സെമിനാരിയിൽ പഠിപ്പിച്ചിരിക്കുന്നതെന്നാണ് അച്ഛൻ പറഞ്ഞത്. അപ്പം ഞാൻ ചെറുതായിട്ടൊരു ചോദ്യം ചോദിക്കണം. ഈ ലോകത്തിൽ യുക്തിക്ക് ചേരാത്ത ഏറ്റവും വലിയ കാര്യമാണ് പരിശുദ്ധ കുർബാന. അപ്പം ഈശോ ആയിട്ട് മാറുകയാണ്, അപ്പം ഈശോയുടെ തിരുശരീര രക്തങ്ങളായിട്ട് മാറുകയാണ്. അതിനെന്തെങ്കിലും ഒരു ലോജിക്കുണ്ടോ? ലോജിക്കൽ ആയിട്ട് മാത്രം ചിന്തിച്ചും പ്രവർത്തിച്ചാൽ മതിയെന്നാണ് ഞങ്ങളുടെ സെമിനാരി പഠിപ്പിച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യമേ തന്നെ അധികാരത്തെ ഹയറാർക്കിയെ മനസ്സിലാക്കാൻ, അനുസരിക്കാൻ ഇവർക്ക് ആ ഒരു ഫോർമേഷൻ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ വൈദികർ ഇവിടെ ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നത്. സഹോദരി പറയുന്നത് നമ്മളെല്ലാവരും ഒന്നിച്ചു പോകണം, നമ്മുടെ സഭയിൽ ഒന്നിച്ചു പോകണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സഭ എന്ന് പറയുന്നത് എറണാകുളം അങ്കമാലി മാത്രമല്ല. സാധാരണ നമ്മുടെ സഭയിലെ പിതാക്കന്മാർ, ഉദാഹരണത്തിന് നമ്മുടെ കല്ലറങ്ങാട്ട് പിതാവ് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 8 കൊറലങ്ങാട് പള്ളിയിൽ നടത്തിയ പ്രസംഗത്തിൻ്റെ പേരിൽ നാർക്കോട്ടിക് വിവാദം ഉണ്ടായ സമയത്ത് നമ്മുടെ പിതാക്കന്മാർ എന്തോരം തീരുമാനങ്ങൾ എടുക്കുന്നോ, അത് നമ്മുടെ സഭയുടെ നന്മയ്ക്ക് വേണ്ടി എടുക്കുന്ന തീരുമാനങ്ങൾ, അത് ചിലപ്പോൾ മുസ്ലിം സമുദായത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ഇതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ രൂപതയിലെ വൈദികർ മാത്രം സഭയിലെ പിതാക്കന്മാർക്ക് എതിരെ എങ്ങനെ നിൽക്കാമോ അതാണ് അവരെപ്പോഴും ചിന്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സഹോദരി പറഞ്ഞ് നമ്മൾ ഒന്നിച്ച് നിൽക്കേണ്ട സമയമാണ്. നമ്മുടെ പിതാക്കന്മാർ, ആ പിതാവ് അത് പറഞ്ഞതിൻ്റെ പേരിൽ നമ്മൾ ക്രിസംഖ്യയാക്കപ്പെട്ടു, എന്തെല്ലാം കാര്യങ്ങളുണ്ടായി. ആ പിതാവിനെ വിമർശിക്കാൻ പനവേലി അച്ഛൻ എന്ത് അധികാരമാണുള്ളത്? അൾത്താരെ നിന്നുകൊണ്ട് ഈ മുസ്ലിം തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, നമ്മളുടെ സഭ ഒന്നായിട്ട് നിന്ന് പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രസംഗം നടത്തിയ കല്ലറങ്ങാട്ട് പിതാവിൻ്റെ ആ തീരുമാനത്തിനെതിരെ ഈ പറയുന്ന ബോബി അച്ഛൻ ഉൾപ്പെടെ, തേലക്കാട്ട് അച്ഛൻ ഉൾപ്പെടെ, ഈ പിന്നെ ഏതോ ഒരു മുസ്ലിം പണ്ഡിതൻ ഉൾപ്പെടെ, MK സാനു ഉൾപ്പെടെ, ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട ആ ബുദ്ധിജീവി എന്ന് പറയുന്ന ആ കൂട്ടരുണ്ടല്ലോ, ഇവരെല്ലാവരും കൂടി കല്ലറങ്ങാട്ട് പിതാവിനെ കൊണ്ട് മാപ്പ് പറയിക്കാൻ വേണ്ടിയിട്ടും സാമൂഹിക സമുദായത്തിന് ഇതിനും വേണ്ടിയിട്ട് ഇറങ്ങിയവരാണ്. ഈ രൂപതയിലെ വൈദികർ എന്താണ് കാണിക്കുന്നത്? നമ്മുടെ സഭയിലെ പിതാക്കന്മാരെടുക്കുന്ന ഓരോ തീരുമാനങ്ങളും, എന്ത് തീരുമാനം ആയിക്കോട്ടെ, അവർ അതിനെതിരെ സംസാരിക്കാൻ അവർ മുമ്പിൽ വന്നിരിക്കും. എന്ത് കാര്യമാണെങ്കിലും അത് നമ്മുടെ സമുദായത്തെ ബാധിക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ ഇവരെന്തുകൊണ്ട് നമ്മളുടെ സഭയ്ക്കെതിരെ, നമ്മുടെ പിതാക്കന്മാർക്കെതിരെ സംസാരിക്കുന്നു? എന്തുകൊണ്ട്? അത് സഹോദരി ചിന്തിച്ചിട്ടുണ്ടോ?
അതുപോലെ അപ്പോൾ നമ്മൾ അന്നേരം ക്രിസംഗികളാവും. പിതാവിനെ ക്രിസംഗി എന്ന് വിളിക്കാൻ ഇന്നലെ പട്ടം കിട്ടിയ 32 35 വയസ്സുള്ള പനവേലി അച്ഛന് എന്ത് അധികാരമാണുള്ളത്? എന്ത് യോഗ്യതയാണുള്ളത്? അദ്ദേഹം ആ ചെയ്തത് ഓർക്കുന്നുണ്ടോ? അതെല്ലാം ചാനലുകാരെടുത്ത് ആഘോഷിച്ചത് ചേച്ചി കണ്ടില്ലായിരിക്കും, സഹോദരി കണ്ടില്ലായിരിക്കും. എനിക്കറിയില്ല ചേച്ചി എന്നാണ് വിളിക്കേണ്ടത് സഹോദരി എന്നാണ് വിളിക്കേണ്ടത്. അതൊന്ന് മനസ്സിലാക്കുക. രണ്ട് കൂട്ടരും കൂടെ തല്ലിച്ചാകുക എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടെ നടന്ന മുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവർ വിചാരിച്ചു അവർക്ക് ഈ വിശുദ്ധ കുർബാനയിലും ഇതിലൊന്നും ഒരു വിശ്വാസവും ഇല്ല. പക്ഷേ നമ്മൾ വിശ്വാസികൾ പരിശുദ്ധ കുർബാനയും അൾത്താരെയും ഈ തിരുവസ്ത്രങ്ങളെ ബഹുമാനിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അവരെ ഒന്നും ചെയ്യില്ല, അവരവരുടെ സേഫാണെന്ന് അവർ വിചാരിച്ചു. അവരെന്ത് കള്ളത്തരം അവിടെ നിന്ന് പറഞ്ഞാലും നമ്മൾ ആരും പ്രസംഗത്തിനിടയ്ക്ക് എന്തെല്ലാം കള്ളത്തരങ്ങൾ പറഞ്ഞാലും ആരും എഴുന്നേറ്റ് നിന്ന് ചോദ്യം ചെയ്യില്ല, ചോദ്യം ചെയ്യുന്നില്ലായിരുന്നു ഇതുവരെ. അതിനുള്ള ഒരു മറുപടി, അതിനുള്ള ഒരു ഇതാണ് ഇന്നിപ്പോൾ കിട്ടിയത്. സഹോദരി ഇതൊന്ന് ചിന്തിക്കുക. നമ്മുടെ സഭയിലെ പിതാക്കന്മാർ സിനഡ് ലവ് ജിഹാദിനെ കുറിച്ച് പറഞ്ഞു. അന്നേരവും സത്യദീപത്തിൽ ആർട്ടിക്കിൾ വന്നു. നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് വന്നു. അപ്പം തന്നെ തേലക്കാട്ടച്ഛൻ മീഡിയ 1 ചാനലിലിരുന്ന് അഭിമുഖം കൊടുത്തു പിതാവിനെതിരെ. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇവിടെ മാത്രം എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇവിടെയുള്ള വൈദികർ സഭയ്ക്കൊപ്പം അല്ല പോകുന്നത്. സഭ എസ് എന്ന് പറഞ്ഞാൽ അവർ നോയെ പറയുള്ളൂ, സഭ നോ എന്ന് പറഞ്ഞാൽ അവർക്കത് എസ് ആണ്.